എൽസ മാത്രമല്ല, കേരള സർക്കാരും കണ്ടെയ്നറുകൾ കടലിൽ താഴ്ത്തി. ഏകദേശം 70ഓളം കണ്ടെയ്നറുകൾ സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ TRV ലക്ഷ്യം വെച്ച് വരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം കൂടി നൽകാൻ ജൂൺ 1 വൈകുന്നേരം വരെ ശ്രമിക്കാം. ഏറ്റവും ഒടുവിലുള്ള വിവരം നൽകാൻ കഴിയില്ല. പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വിവരമാണ് ഇപ്പോൾ നൽകുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ, കുടിക്കുന്ന വെള്ളത്തിൽ പോലും രാഷ്ട്രീയമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് അവതാരകൻ. എന്നാൽ എല്ലാ വിഷയത്തിലും രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ ശ്രമിക്കാറുമില്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ എൽസയുടെ ദുഃഖം, അല്ലെങ്കിൽ എൽസ നമ്മുടെ തുറമുഖത്തിനുണ്ടാക്കിയിരിക്കുന്ന ഒരു മോശം പേര്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയവും പറയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഒരു ഗുളികൻ, ഇന്നലത്തെ റിപ്പോർട്ട് കണ്ടിട്ട് ഒരു ഗുളികൻ മനഃപൂർവ്വം കേരള സർക്കാരിനെ നിങ്ങൾ വിമർശിക്കണം എന്നുള്ള രീതിയിൽ, ഒരു ഇടതുപക്ഷ ഗുളികനാണല്ലോ, ഗുളികൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയണ്ട, ഇന്നലെ കപ്പൽ അപ്രത്യക്ഷമായി കടലിലോട്ട് പോയതിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ മെയിന്റനൻസ് നടത്താത്തത്, കാലാവസ്ഥ പ്രശ്നങ്ങൾ, ഇവയെല്ലാമാണ് കാരണമെന്ന് പറഞ്ഞപ്പോൾ ക്യാൻ വി ഗീവ് ദ റെസ്പോൺസിബിലിറ്റി ടു LDF ഗവൺമെന്റ്? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്ക് LDF ഗവൺമെന്റ് തലയിൽ വെച്ചാലോ? പറയുന്നത് LDF അനുകൂല ഗുളികനാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് LDF അനുകൂലൻ എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും വെറുതെ നമ്മളെ വിളിച്ചുണർത്തി നിങ്ങൾ എന്തുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ ഈ ഗുളികന്മാരുടെ മനോരോഗ നില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റിവെച്ച സ്റ്റോറികളിൽ ഒന്നാണ്. തുടക്കം മുതലേ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വേദിയാണിതെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നീട്ടിവെച്ചത്. ഇവിടെ കേരള സർക്കാർ പ്രതിയാവുകയാണ്. 70 കണ്ടെയ്നറുകൾ കടലിനടിയിൽ താഴ്ത്തിയതിൽ വലിയ പങ്ക്, ഏകദേശം 100% പങ്ക് കേരള സർക്കാരിനാണ്. Around 70 containers of cashews are involved. It was destined to Tuticorin. This vessel carried cargo to Kochi and then to Tuticorin. എന്താണ് കഥയെന്ന് മനസ്സിലായോ? എൽസ 3 ഇവിടെ നിന്ന് 70ഓളം കശുവണ്ടി നിറച്ച കണ്ടെയ്നറുകൾ, കപ്പലിന്റെ ഏത് ഭാഗത്താണെന്ന് പിന്നീട് വരാം, എന്തായാലും കയറ്റി കൊച്ചിയിലോട്ട് പോവുകയാണ്. കൊച്ചിയിൽ ഇറക്കാനല്ല, കപ്പൽ കൊച്ചിയിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് എന്താണ് ആ റൂട്ട്? കൊച്ചിയിൽ നിന്ന് തിരിച്ച് തൂത്തുക്കുടി വന്നിട്ട് തൂത്തുക്കുടിയിൽ നിന്ന് TRVയിൽ വരുന്ന ഷെഡ്യൂൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം 27-ന്, ഇതെല്ലാം കഴിഞ്ഞ് 27-ന് ഇവിടെ എത്തേണ്ടതായിരുന്നു. അങ്ങനെ ഈ 70 കണ്ടെയ്നറുകൾ കൊച്ചിയിൽ പോയി അവിടെ ഇറക്കാതെ അതേ എൽസ 3 തൂത്തുക്കുടിയിൽ പോയി അവിടെ ഇറക്കി, അവിടെ നിന്ന് ട്രക്കിൽ കയറ്റി കന്യാകുമാരിയിലും കൊല്ലത്തും കൊണ്ടുവരുന്ന തരത്തിലുള്ള സംവിധാനമാണ് നമ്മുടെ പോർട്ട് ഇപ്പോഴും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യവസായികൾക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറക്കി വെച്ച കണ്ടെയ്നറാണ്. ഇവിടെ ഇറക്കി വെച്ച കണ്ടെയ്നറിന്റെ ചരിത്രം എന്താണെന്ന് അറിയാമോ? MSC ഡെയ്ല എന്ന് പറഞ്ഞാൽ MSCയുടെ സർവീസ് തുടങ്ങുമ്പോൾ ആദ്യം എത്തിയ കപ്പലാണ് MSC ഡെയ്ല. 18-5 ഇവിടെ വന്നിരുന്നു. 18-5 ലോം എന്ന് പറയുന്ന ആഫ്രിക്കയുടെ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. നിരന്തരം ഇപ്പോൾ സർവീസ് ഉണ്ട്. ലോമിൽ നിന്നാണ് ഈ കണ്ടെയ്നറുകളെല്ലാം കയറ്റി 18-5 ഇവിടെ എത്തി. ലോം എന്ന് പറയുന്നത് നൈജീരിയ, കാമറൂൺ, നൈജർ, മാലി, ഘാന, ബുർക്കിനോ ഫസ തുടങ്ങിയ കുറെ അധികം രാജ്യങ്ങളുടെ ഒരു പോർട്ടാണ് ലോം. അവിടെ നിന്നപ്പോൾ കശുവണ്ടി എല്ലാം ശേഖരിച്ച് സ്ഥിരമായിട്ട് വരുന്നതാണ്. അങ്ങനെ ഇവിടെ 18-5 ഇവിടെ കൊണ്ടുവന്ന് ഈ 70 കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചു. എന്നിട്ട് 20-5 എത്തിയ എൽസ 3 ഇവിടെ നിന്ന് ഈ 70 കണ്ടെയ്നറുകൾ കപ്പലിൽ കയറ്റി കൊച്ചിയിലോട്ട് കൊണ്ടുപോയി. ദി അണ്ടർ ഡെക്ക് എവിടെയാണ് ഈ സൂക്ഷിച്ചെന്നുള്ളതിന്റെ കൃത്യം രേഖ. ദി അണ്ടർ ഡെക്ക് വർ മോസ്റ്റ്ലി റോ കാഷ്യൂ നട്ട്സ് for delivery at Tuticorin port. It's for the cashew processors mainly from Kollam and Kanyakumari in Tamil Nadu. ഈ 70 കണ്ടെയ്നറുകൾ
കൊച്ചിയിൽ ഇറക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കപ്പലിന്റെ ഡക്കിൽ ഏറ്റവും താഴെ ആണ് 70 കണ്ടെയ്നറുകൾ സൂക്ഷിച്ചത്. കാരണം ഇത് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത്തരം വിവരങ്ങളെല്ലാം കിട്ടും. അങ്ങനെ 70 കണ്ടെയ്നർ ഇതിനകത്ത് കയറ്റി. ഇറ്റ്സ് ഫോർ ദ കാഷ്യൂ പ്രോസസേഴ്സ് മെയിൻലി ഫ്രം കൊല്ലം ആൻഡ് കന്യാകുമാരി ഇൻ തമിഴ്നാട്. ഈ 2 കൂട്ടർക്കുള്ള 70 കണ്ടെയ്നറാണ് ഇതിനകത്ത് കയറിയത്. അതുൾപ്പെടെയാണ് താഴെ പോയത്. കന്യാകുമാരിയിലെ വ്യവസായി തുടർന്ന് എഴുതുന്നുണ്ട്, ഇഫ് ദ ഗേറ്റ് വേ കാർഗോ വാസ് പെർമിറ്റഡ് ഫ്രം TRV, this disaster could have been avoided. ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ, കണ്ടെയ്നർ പുറത്തിറക്കിയിരുന്നെങ്കിൽ, റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ഇത് ദുരന്തമാണ്. കപ്പൽ താഴെ പോകുമായിരിക്കും, പക്ഷെ അവരുടെ കണ്ടെയ്നറുകൾ 70 നമ്മുടെ തുറമുഖത്തു നിന്ന് തന്നെ പുറത്തോട്ട് പോകുമായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള വലിയ ഡിസാസ്റ്ററാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ഗേറ്റ് വേ കാർഗോ വാസ് പെർമിറ്റഡ് ഫ്രം TRV, this disaster could have been avoided. It is strange, they വീണ്ടും എഴുതുന്നു, it is strange that this cargo has to travel from Vizhinjam to Kochi and then to Tuticorin. ഈ മൂക്ക് ഇങ്ങനെ തൊടുന്ന കലാപരിപാടി അറിയാമല്ലോ, ആ പരിപാടിയാണ് ഇവിടെ നടന്നത്. തൊട്ടപ്പുറത്തുള്ള തൂത്തുക്കുടി പോകേണ്ടതിനും കൊച്ചിയിൽ പോയിട്ടാണ് തൂത്തുക്കുടി പോയത്. ഇതാണ് കപ്പൽ ഗതാഗതം. അല്ലെങ്കിൽ ഗേറ്റ് തുറന്നെങ്കിൽ കന്യാകുമാരിയിലോട്ട് കൊണ്ടുപോകാവുന്ന ചരക്കിനെ കൊച്ചിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തൂത്തുക്കുടി കൊണ്ടുപോയി തൂത്തുക്കുടി എന്ന കപ്പൽ ട്രക്കിൽ കയറ്റി കന്യാകുമാരി കൊണ്ടുവരുന്ന കലാപരിപാടിയാണ് നമ്മുടെ സർക്കാർ കഴിഞ്ഞ 1 വർഷമായിട്ട് വ്യവസായികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന എന്താണ്. LDF വരും, എല്ലാം ശരിയാകും. Whereas gateway cargo were permitted, the cargo would have been straight away shifted from Vizhinjam to Kollam and or to Kanyakumari. ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ 18-ാം തീയതി അല്ലേ നമ്മൾ പറഞ്ഞു, 18-ാം തീയതി വന്ന കാർഗോ 19-നോ 20-നോ അവരുടെ ഫാക്ടറികളിൽ എത്തുമായിരുന്നു. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു 100 ദിവസത്തെ ജോലിയെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ LDF സർക്കാർ ആരെയൊക്കെയാണ് ദ്രോഹിക്കുന്നത്? മുതലാളിമാരെ മാത്രമല്ല, പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളെ. ഇപ്പൊ 70 ടൺ താഴോട്ട് പോയപ്പോ ഇനി അവരുടെ ഇൻഷുറൻസും പോയി, പണവും പോയി, പെട്ടിയും പോയി, എല്ലാം പോയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ അടിസ്ഥാന തൊഴിലാളി വർഗവും പട്ടിണി കിടക്കേണ്ടി വരും. LDF വരും, എല്ലാം ശരിയാകും. ഇതാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയും. ഒരു കാര്യം ചെയ്താൽ ഒരു തയ്യലിടേണ്ട സ്ഥാനത്ത് 9 തയ്യലിടുന്ന പണിയാണ് കേരള സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 വർഷമായി ആദ്യത്തെ കപ്പൽ വന്നിട്ട്, ജൂലൈ 11-ന് 1 വർഷമാകുന്നു. ഒരു റോഡ് കണക്ട് ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല. ജോണി എന്ന് പറയുന്ന സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകൻ ഇന്നും എനിക്ക് അയച്ചു വന്നു. അദ്ദേഹം ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന്റെ വേഗത കണ്ടിട്ട് ചിരിക്കുകയാണ്. കേരളീയരും ചിരി ഒഴിഞ്ഞിട്ട് കരയേണ്ടി വരുന്ന നാളുകളിലോട്ട് കടക്കുകയാണ്. ഇന്നലെ വന്നു ചേർന്ന കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.